പണം സമ്പാദിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആളുകൾ കൂടുതലായിട്ടും ബാങ്ക് എഫ്ഡികൾ അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, ഇപ്പോഴാണെങ്കിൽ SIP പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇതെല്ലാം തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് ഓരോ വ്യക്തികളും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം FD ആണെങ്കിൽ വലിയൊരു തുക ബാങ്കിൽ ഒറ്റ തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആകുമ്പം മാസം ലഭിക്കുന്ന ഒരു അല്ലെങ്കിൽ മാസം മാസം ഒരു നിശ്ചിത തുക റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിശ്ചിത കാലയളവ് വരെ ആ തുക സ്ഥിരമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വലിയ തുകയായിട്ട് മാറുന്നത്. SIP അതുപോലെ തന്നെ. സോ അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപ ഓപ്ഷനുകളുണ്ട്. ഇത്തരം ഓപ്ഷനുകളൊക്കെ നിലനിൽക്കുമ്പോഴും കേരളത്തിലെ ആളുകൾ ഇപ്പോഴും KSFE എന്ന വലിയൊരു സാമ്പത്തിക സോഴ്സ് ഇപ്പോഴും സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം വ്യത്യസ്തങ്ങളായ ചിട്ടികൾ KSFE കൊടുക്കുന്നു എന്നുള്ളതാണ്. KSFE പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും. എന്നാലും ഇത്ര വർഷങ്ങളായിട്ട് KSFE കൊടുക്കുന്ന അല്ലെങ്കിൽ KSFE ഉറപ്പാക്കുന്ന ഒരു സേഫ്റ്റി അല്ലെങ്കിൽ നമ്മൾ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര രൂപയോളം നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇപ്പം പലതരത്തിലുള്ള ഡോക്യുമെന്റേഷനും ഒക്കെ സമർപ്പിക്കേണ്ടി വന്നാൽ പോലും നമുക്ക് സേഫായിട്ട് ഒരു പണം സമ്പാദിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് KSFE തരുന്നത്. KSFE ഒരുപാട് ചിട്ടി ഓപ്ഷനുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പം അതിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് KSFE ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 1 തൊട്ട് 2026 ഏപ്രിൽ 1 തൊട്ട് 2027 ഫെബ്രുവരി 28 വരെ ആണ് ഈ സീരീസിന്റെ കാലാവധി. ഇതിന്റെ പേര് KSFE എംപവർ ചിറ്റ്സ് എന്നാണ്. 2026-27 കാലയളവിലാണ് ഈ സീരീസ് പ്രവർത്തിക്കുന്നത്. അതായത് ഈ സീരീസിൻ കാലയളവിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് ചിട്ടിയിൽ ചേർന്നാലും ഈ സീരീസ് വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാക്കാം. അതായത് ഈ കാലയളവിൽ ചിട്ടിയിൽ ചേരുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒന്നാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് 1.5 കോടി രൂപയുടെ ഒരു വില്ലയാണ്. രണ്ടാം സമ്മാനമായിട്ട് 200 പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ തത്തുല്യമായിട്ട് കൊടുക്കും. ഇതാണ് KSFEയുടെ ഈ എംപവർ ചിറ്റ്സ് 2026 എന്ന സീരീസ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു കാലയളവിൽ ചിട്ടിയിൽ ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സമ്മാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ഈ കാലയളവിൽ ചിട്ടിയിൽ ചേരുന്നതിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് KSFE ഒരു പ്രത്യേക ചിട്ടി ആരംഭിച്ചിട്ടുണ്ട്. അതാണ് പിങ്ക് ചിട്ടി. ഇത് സ്ത്രീകൾക്ക് മാത്രം ചേരാൻ പറ്റുന്ന ഒരു ചിട്ടിയാണ്. അപ്പം നിങ്ങൾ അടുത്തുള്ള KSFE ശാഖയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ചിട്ടിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് KSFE പിങ്ക് ചിട്ടിയുടെ അണ്ടറിൽ 2 ചിട്ടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. 60 മാസം കാലാവധി വരുന്ന ചിട്ടികളാണ്. അതിൽ ആദ്യത്തേത് 5000 രൂപ പ്രതിമാസം അടവ് വരുന്ന ചിട്ടിയാണ്. അതിന് 3 ലക്ഷം രൂപയുടെ ചിട്ടി. രണ്ടാമത്തത് 1.5 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. അത് പ്രതിമാസം 2500 രൂപയാണ് അടവ് വരുന്നത്. ഈ 2 ചിട്ടിയും സ്ത്രീകൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSFE എംപവർ ചിറ്റ്സിന്റെ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പാക്കാം. പ്ലസ് ഈ ചിട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതായത് മൊത്തം കാലയളവിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 1500 രൂപ വരെ ക്യാഷ് ബാക്ക് ഉറപ്പാക്കാൻ പറ്റും. ഈ ക്യാഷ് ബാക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ മുടങ്ങാതെ എല്ലാ മാസവും കൃത്യമായിട്ട് തിരിച്ചടവ് നടത്തണം. ആദ്യത്തെ 10 മാസം മുടങ്ങാതെ ഈ ചിട്ടിയിൽ തവണകൾ അടച്ചു കഴിഞ്ഞാൽ 500 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും. തുടർന്ന് ഏകദേശം 39 മാസം വരെയൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ മുടങ്ങാതെ തവണ അടച്ചു കഴിഞ്ഞാൽ അടുത്ത 500 രൂപ കിട്ടും. അതുപോലെ തന്നെ കാലാവധി ആവാനാവുന്ന സമയം ലാസ്റ്റിലത്തെ 500 രൂപയും കിട്ടും. അങ്ങനെയാണ് ടോട്ടൽ 1500 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നത്. ഇത് പിങ്ക് ചിട്ടിയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. സോ ബാക്കിയെല്ലാം സാധാരണ ചിട്ടികൾക്ക് ലഭിക്കുന്ന അതേ നേട്ടങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. സോ ഈ 2 കാര്യങ്ങൾ പിങ്ക് ചിട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ KSFE എംപവർ ചിറ്റ്സ് 2026 കുറിച്ചും കൂടുതലായിട്ട് അറിയണം. നിങ്ങൾ ചിട്ടിയിൽ ചേരാൻ പോകുന്നുണ്ടെങ്കിൽ വേഗം തന്നെ തൊട്ടടുത്തുള്ള നിങ്ങളെ ശാഖയിൽ ചേർന്ന് ഈ വിവരങ്ങളും കൂടെ അറിഞ്ഞതിന് ശേഷം ഈ ചിട്ടിയുടെ ഭാഗമാവുക. പിങ്ക് ചിട്ടി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.
പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പം ബാക്കി വിവരങ്ങൾ പിന്നീട് വരാം. അപ്പം ബൈ, പോയിട്ട് വരാം.